Planning to get the new Sierra. We had the Tata Punch. Okay. We want to add one more Tata. We've been waiting for this car. ഞാൻ വരുന്നുണ്ടടാ എന്നുള്ള സ്റ്റൈലുള്ളൊരു സ്റ്റൈലാണ് എനിക്ക് ഫീൽ ചെയ്ത്. മറ്റേന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്ന് ഹാരിയറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇവിടെ നമ്മൾ സ്പോർട്സിലേക്ക് ഇട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ബംഗാൾ കടുവ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ടാറ്റ സിയാറയുടെ ഏറ്റവും പുതിയൊരു കളറാണ് ബംഗാൾ റോഗ്. നമ്മൾ തനി മലയാളത്തിൽ പറഞ്ഞ ചുമപ്പ് അല്ലെങ്കിൽ ചുമല. അപ്പോൾ ആ ഒരു ചുമല കളറിലുള്ള ടാറ്റ സിയാറയുടെ 1.5 അവരുടെ ഏറ്റവും പുതിയ ഡീസൽ എഞ്ചിനാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. പെട്രോളിൻ്റെ ഒരു അടിപൊളി റിവ്യൂ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് അകത്തെ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ഹൂ ഷുഡ് ചൂസ് ഡീസൽ, ഹൂ ഷുഡ് ചൂസ് പെട്രോൾ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റിവ്യൂ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ സ്റ്റൈൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നല്ലൊരു DRL ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിന്നസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഒരു 3 കളർ ഷെയ്ഡാണ് വരുന്നത്. സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ വീൽ ബേസ് ആണ്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ അകത്തെ ക്യാബിൻ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഈ ഒരു മാർക്കറ്റിലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ബാക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും 655 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ത്രൂ ഔട്ട് പോകുന്നത് DRL കൊടുത്തിട്ടുണ്ട്. സിയാറ എന്നുള്ള എംബ്ലം വരുന്നുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കീ പോക്കറ്റിലാണെങ്കിൽ അവിടെ ഇട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ ആ ഒരു ഗാഡ്ജറ്റിൽ തന്നെ അത് ആക്ടിവേറ്റഡ് ആയിക്കോളും. നമ്മൾ ക്യാബിൻ സ്പേസ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ പോലെ ആ ഒരു സെയിം ഫിനിഷും ഫിറ്റും തന്നെയാണ് വരുന്നത്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ബോസ് മോഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള രീതിയിലാണ് ആ ഒരു സീറ്റ്സിൻ്റെ ഡിസൈനിങ്സ് വന്നിരിക്കുന്നത്. 3 പേർക്ക് നല്ല ഹെഡ് റെസ്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ ഏറ്റവും വലിയ സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം വിസിബിലിറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു യൂണീക്ക് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വരുന്നൊരു പില്ലർ, ആ ഒരു ഡിസൈൻ സ്റ്റൈലാണ് ഇതിലൂടെ പോകുന്നത്. ഇനി നമുക്ക് ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരുന്നിട്ട് ഡീസലിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇത്രയും നേരം നമ്മൾ നമ്മുടെ പെട്രോൾ സിയാറ ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് ഡീസലിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്നിട്ടുണ്ട്. ഇൻ്റർഫേസും ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു 3 സ്ക്രീൻ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് വരുമ്പോൾ, അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വരുന്നത് മറ്റേത് DCT ആയിരുന്നെങ്കിൽ ഇത് ടോർക്ക് കൺവേർട്ടറാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. UI ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ടോർക്ക് കൺവേർട്ടറാണ് ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. എന്നാൽ DCT ടോർക്ക് കൺവേർട്ടർ നല്ല സ്മൂത്തായിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന നല്ല അടിപൊളി. നമുക്ക് എനിക്കൊന്ന് ഹാരിയറിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഗിയർ ബോക്സ് ഇല്ല, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. നല്ല ഒരു പ്രീമിയം കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി ഇതിലെനിക്ക് ഡീസൽ വരുമ്പോൾ മെയിൻലി വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇവരുടെ. അത് ഏകദേശം 116 PS പവറും അതുപോലെ തന്നെ 260 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യും. 260 255 Nm ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത്രയും ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീരീസിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടോർക്ക് എഞ്ചിൻ തന്നെയാണ്. അതെ, ഏറ്റവും ഹയസ്റ്റ് ടോർക്ക് എഞ്ചിനാണ്. മറ്റേ 255 Nm ആണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി കുറച്ചുകൂടെ ഹെവിയാണ് വണ്ടി. ഹെവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ TGD പെട്രോൾ എഞ്ചിൻ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ പെപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാടി വണ്ടി നിൽക്കും. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, അത്രയും ടോർക്കും പവറും ഉള്ള ഒരു ടർബോ പവേർഡ് എഞ്ചിനാണ്. പക്ഷേ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഫീല് തരുന്ന, അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടി ഒരു കപ്പാസിറ്റി കൂടിയൊരു എഞ്ചിന് നമുക്ക് ഫീൽ ചെയ്തില്ല. അതായത് ഓക്കെ ഇതിന് നീ പുഷ് ചെയ്തോ എനിക്കൊന്നും ആവത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് തരുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ മാത്രം പറഞ്ഞ പോലെ അവൻ ആ ഡോർ അടച്ചപ്പോഴത്തേക്ക് അതിന് നല്ല വെയിറ്റ് ആണ് കേട്ടോ. പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും ആ കാര്യത്തിന് ഒരു ഹെഡ്സപ്പ് അല്ലെങ്കിൽ ഹാറ്റ്സപ്പ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അത്രയും സ്ട്രോങ് സാധനമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒരു സിറ്റി മോഡ് നമുക്ക് 3 മോഡ്സൊക്കെ ഉണ്ട്. പെട്രോളിൻ്റെ അകത്ത് കണ്ട പോലെ 3 മോഡ്സൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സ്പോർട്സിലേക്ക് ഇട്ട് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അവൻ താണ്ടെ വലിഞ്ഞ് കയറിക്കോളും. അതായത് അത്യാവശ്യം നല്ല ടോർക്ക് ഫീൽ ചെയ്യുന്ന, അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ള എന്നതാ ഇല്ല അത്യാവശ്യം നല്ല ഇപ്പോൾ പിടിച്ച ബ്രേക്ക് ഉണ്ടല്ലോ, അതായത് എമർജൻസി ബ്രേക്ക്. ആ സൈഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ മാത്രം പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നമ്മൾ വെട്ടിക്കുന്നുള്ളൂ. പക്ഷേ ഈ സിസ്റ്റവും ഇവനും പറഞ്ഞു അവിടെ വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊരു ബ്രേക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൻ്റെ ഇതുപോലെ വലിയൊരു മാസീവ് വെഹിക്കിൾ ഓടിക്കുന്നൊരു ഫീലാണ്. നമ്മുടെ കയ്യിലൊക്കെ തൻ്റെ അവൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അവൻ നിന്നോളും. നമുക്ക് കുറച്ചുകൂടെ ഒരു എന്നാ പറയണ്ടേ, കുറച്ചുകൂടെ നമ്മൾ ഗ്രിപ്പ്, നമുക്ക് കുറച്ചുകൂടെ ഹാൻഡ്ലിങ് ഫീൽ ചെയ്യുന്നത് ഇതിനാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഡീസൽ എഞ്ചിൻ നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് ടാറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, അതായത് കുറച്ചുകൂടി ഒരു വെയിറ്റുള്ള
സ്റ്റിയറിങ്ങിനാണെങ്കിലും കുറച്ചുകൂടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു വെയിറ്റുള്ള സ്റ്റൈലിൽ തന്നെയാണ് അവൻ്റെ ഒരു ത്രൂ ഔട്ട് ഒരു ഡിസൈനിങ് പോയിരിക്കുന്നത്. അപ്പം ഡീസൽ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. പിന്നെ പെട്രോളിനേക്കാൾ ഓഫ് കോഴ്സ് മൈലേജ് കാണും, നല്ല മൈലേജ് കിട്ടും. എൻ്റെ TGT എഞ്ചിൻ്റെ മൈലേജ് കുറവാണ് ടെർബോ പെട്രോൾ ആയതുകൊണ്ട്. 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒത്തിരി പവറുള്ള പെപ്പി എഞ്ചിൻ ആയിരിക്കത്തില്ല. നിങ്ങൾ ആ ഫീച്ചേഴ്സും ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നോക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ഡ്രൈവിംഗ് അത്രയും വേണ്ട, എനിക്കൊരു A to B പോയിന്റ് എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല എത്രമാത്രം പഞ്ചിയാണെന്നുള്ളത്. 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് മറ്റേ വേറെ വണ്ടികളിൽ. അപ്പോൾ അതത്ര പെപ്പിയല്ല. പക്ഷേ ദിസ് വൺ ഈസ് പെപ്പി എഞ്ചിൻ. ഡീസലിൽ നിന്ന് അത്യാവശ്യം പെപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു ഫണ്ണസ് ഉണ്ട് താനും. എന്നാൽ അവനിങ്ങനെ പിടിച്ച് കയറുന്നൊരു ഫീലിംഗ് ആണ് തരുന്നത്. അതാണ്ട് പാഡിൽസ് കൊടുത്തിട്ടുണ്ട്. പാഡിൽസിൻ്റെ റെസ്പോൺസ് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ മാനുവൽ സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, ഫോർത്ത് ഇട്ടു. ഫോർത്ത് വീഴാറായില്ല, അത് കുറച്ചും കൂടെ സ്പീഡ് വേണമായിരുന്നു. ഇപ്പോൾ ഡൗൺ ഗിയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. TCTയുടെ അത്ര ക്വിക്കാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ എന്നാലും നമുക്ക് വേണ്ട ഒരു പെർഫോമൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് അവൻ്റെ ഒരു ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവൻ്റെ സസ്പെൻഷൻ, അതായത് ഇവന് കുറച്ചുകൂടെ ദാണ്ട് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ദാണ്ട് ഈ ഒരു റഗഡ് സർഫസുകൾ, ഇതിപ്പോൾ നമ്മൾ നല്ല ഒരു ബാഡ് റോഡ്സിൽ കൂടെ, ബാഡ് പാച്ചസ് കൂടെ പോകുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഐഫോണിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ദാണ്ട് ഈ ഒരു ഫ്രീക്വൻസി അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ദാണ്ട് ഇതിൻ്റെ ദാണ്ട് കൃത്യമായിട്ട് നമുക്കൊരു റാലിക്കാർ കൊണ്ടു നടക്കുന്ന പോലെയാണ് ഞാനിതിനെ ഈ വഴി കൂടെ ഒക്കെ കൊണ്ടു നടക്കുന്നത്. നോക്കി, കണ്ടോ എന്തുമാത്രം ഹാൻഡ്ലിംഗ് ആണ് ഇവൻ തരുന്നത് നോക്കി. അപ്പോൾ അത്രയും ഹാൻഡിലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ, അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ്ലിങ് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഡീസൽ വരുമ്പോഴും. അല്ലെങ്കിൽ അതിൻ്റെ സസ്പെൻഷൻ്റെ ട്യൂണിങ് ഇതുണ്ടോ, വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും അതനുസരിച്ച് വേറെ രീതിയിലുള്ള ബോർ രീതിയൊന്നും ആയിട്ടില്ല. നമുക്ക് കണ്ടേ ഈ ഒരു രീതിയിൽ ഇവനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ നോക്കണം, സസ്പെൻഷൻ എത്രമാത്രം ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് നോക്കി. ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, 2 പേര് വന്നായിരുന്നു. അപ്പോൾ ആളിപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ആളുടെ ഹസ്ബൻഡിനെ തൻ്റെ വീഡിയോ കോൾ ചെയ്ത് വണ്ടി കാണിക്കുക. സിയാറ, പ്ലാനിങ് ടു ഗെറ്റ് ദ ന്യൂ സിയാറ. ഓക്കെ, 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 ഓക്കെ. So how do you feel? How's the look? And I love the red one. I love the yellow one. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ടാറ്റ ഒരു ഡീസൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർലി റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇവരുടെ ഈ 1.5 ലിറ്റർ എഞ്ചിൻ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഏതാണ്ട് 118 PS പവറും അതുപോലെ തന്നെ 260 Nm ടോർക്കും വരുന്നുണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു മാസീവ് സാധനം, അതായത് ഒരു മാസീവ് വെഹിക്കിൾ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു വലിയൊരു SUV കൊണ്ടു നടക്കുന്ന ഒരു ഫീൽ അതാണ്ട് ഈ ഒരു സിയാറ നമുക്ക് തരുന്നുണ്ട്. ഇതൊരു മിഡ് SUV സെഗ്മെൻ്റ് ആണല്ലോ, പക്ഷേ ഇതിൻ്റെ എബോവ് സെഗ്മെൻറ്റിൽ ഇരിക്കുന്ന വെഹിക്കിളിൻ്റെ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഈ ഒരു പുതിയ എഞ്ചിനിൽ, എസ്പെഷ്യലി ഡീസൽ എഞ്ചിനിൽ തരുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ കുറച്ചുകൂടെ പെപ്പി, ഇങ്ങനെ ചാടി നിൽക്കുക. പക്ഷേ ഇവൻ നമ്മൾ ആ ഒരു മസ്കുലിൻ ആളാണ്. ഓക്കെ, ഞാൻ വരുന്നുണ്ടടാ എന്നുള്ളൊരു സ്റ്റൈലുള്ളൊരു സ്റ്റൈലാണ് എനിക്ക് ഫീൽ ചെയ്ത്. മറ്റേന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രിൻറ്റ് റൺ ചെയ്യാൻ നിൽക്കുന്നൊരു ഫീലിങ്ങും, അത് ഭയങ്കര പവർ ഫിഗേഴ്സ് ഒരു ടർബോ പെട്രോൾ ആയതുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴി നിൽക്കുന്നത്, മാറി നിൽക്കടാ ഞാൻ വരുന്നു എന്ന് പറയുന്നൊരു ഫീലിംഗ് വരത്തില്ല. ആ ഒരു സ്റ്റൈലിലാണ് ടാറ്റ താണ്ട് ഇവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഞാൻ ലിറ്ററി എന്നുള്ള ടേം ഒത്തിരി യൂസ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണെന്നറിയാമോ? 13.49 lakhs ഡീസൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 13.49 lakhs. മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓട്ടോമാറ്റിക് വരുമ്പോൾ 14.29 lakhs. എക്സ്ഷോറൂം പ്രൈസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് മറ്റേ ഒറിജിനൽ പറയാത്തതെന്ന് പറഞ്ഞാൽ പല RTO വരുമ്പോഴും പ്രൈസിന് വേരിയേഷൻ ഉണ്ട്. മറ്റേത് വരുമ്പോൾ 14.29 lakhs ആണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ഡീസൽ കാർ ഇഷ്ടമുള്ളവർക്ക് അതൊരു വോത്ത് മണി തന്നെയാണ്. നിങ്ങളിതിനെ ആലോചിക്കുക, എല്ലാ മാനുഫാക്ചേഴ്സും ഡീസലും ഒക്കെ പൂട്ടിക്കെട്ടി പോകുന്ന സമയത്ത് ടാറ്റ പുതിയൊരു ഇത്രയും റിസർച്ച് ചെയ്തിട്ട് R&D മുടക്കി ഒരു പുതിയൊരു 1.5 ലിറ്റർ ടെർബോ അല്ലെങ്കിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് ഏകദേശം 19 കിലോമീറ്ററാണ് ARA സർട്ടിഫൈഡ്. അത് ഭയങ്കര ഐഡിയൽ കണ്ടീഷനാണ്. നമുക്കൊരു സിറ്റിയിലൊരു 14, ഹൈവേയിൽ ഒരു 16, 17 ഒക്കെയാണ് മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 15 to 16 കിലോമീറ്റർ മൈലേജ് ഏകദേശം ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്രോൾ, ടർബോ പെട്രോൾ അത്രയും മൈലേജ് കാണില്ല. പക്ഷേ നമ്മുടെ ഡീസൽ എഞ്ചിൻ വരുമ്പോൾ ഏകദേശം ആ ഒരു മൈലേജ്, ടോർക്ക് എഞ്ചിനാണ്. നമുക്കത് ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയായിരിക്കില്ല, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത്.
ആ ഒരു ഫീല് ഈ ഡീസൽ സിയാറ തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്രോളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ഡീസലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഡീസൽ എടുക്കാനിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഇനി അതല്ല, ഒരു സിയാറ വേണം, പെട്രോൾ വേണം, ഡീസൽ മൈലേജിനൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഡീസൽ. അതല്ല, കുറച്ച് അടിച്ച് പൊളിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ പെട്രോൾ വീഡിയോ കണ്ടാൽ മതി. ഇതിൻ്റെ അകത്ത് കുറേ ഹിഡൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ റിയർ വൈപ്പറൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിപ്പോൾ അഖിൽ പഴയ ഷോട്ട് പാടി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ദിസ് ഈസ് ലിറ്ററലി യുവർ ദീപക് രാജൻ സൈനിങ് ഓഫ്. കേരളത്തിലല്ല, ചണ്ഡീഗഡ് പഞ്ചാബിലാണ്. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.